അങ്ങനെ 2024 ഏറ്റവും കൂടുതലും തള്ളിയ ഫോൺ ഇന്ന് ലോഞ്ച് ചെയ്തു. അതായത് നത്തിങ് ഫോൺ 2A. തള്ളിയതല്ല കേട്ടോ, ഹൈപ്പ് ചെയ്തതാണ്. അതെ, മോസ്റ്റ് ഹൈപ്ഡ് ഇപ്പോൾ ഈ ഒരു മാസങ്ങൾ വരെ, മാർച്ച് വരെ നത്തിങ് ഫോൺ 2A ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വേറെ കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ലോഞ്ച് ഇവന്റ് റിവ്യൂവിനെ പറ്റി സംസാരിക്കാം. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ KSRTC സൂപ്പർ ഫാസ്റ്റ് അല്ലെ എക്സ്പ്രസ് പോകുന്ന പോലെ പടപടാന്നായിരുന്നു. പ്രൊസസ്സർ, ക്യാമറ, ബാറ്ററി പറഞ്ഞ എക്സ്ട്രാ ഫീച്ചേഴ്സും സാധനം എല്ലാം പടപടാന്ന് പറഞ്ഞ് പോവായിരുന്നു. ഞാൻ നോക്കുമ്പോൾ 5:15 ഞാൻ വിചാരിച്ചാ 5:25 ആകുമ്പോൾ ലോഞ്ച് ഇവന്റ് തീരായിരിക്കും. പിന്നെ അങ്ങോട്ട് അങ്ങ് സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് നമ്മുടെ ഓർഡിനറി പോകുന്നൊരു പോക്കായി. അതായത് 5:45 5:50 വരെ ഇട്ട് വെറുപ്പിക്കുക, ഡിസൈൻ ഇട്ട് കാണിച്ച്. എന്ത് കാണിക്കാനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡിസൈൻ കൊള്ളാം, നല്ല ഡിസൈൻ. ഇത് ഇങ്ങനെ ഇരുന്ന് ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഏതോ കാർഡ് കത്തിച്ചു, അതിനകത്തുനിന്ന് പൊടിയെടുത്തു, കാർബൺ എടുത്തിട്ടൊക്കെ ഡിസൈൻ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നത്. അതായത് ഈ ആവശ്യമില്ലാതെ ഇങ്ങനെ ഡിസൈൻ എടുക്കാൻ ഒരു ലൈൻ ഒരു ദിവസം വരച്ചു, അടുത്ത ലൈൻ അടുത്ത ദിവസം വെച്ചു. അങ്ങനെ കുറെ വർഷങ്ങളെടുത്ത് ആണ് ഡിസൈൻ പാറ്റേൺ ചെയ്തത്. ലൈറ്റ് അങ്ങോട്ട് വെച്ചത്, ലൈറ്റ് ഇങ്ങോട്ട് വെച്ചത്, ഇതൊക്കെയായി പറയുന്നത്. ഡിസൈൻ കണ്ടിട്ട് അവര് തന്നെ എന്റെ പൊന്നു രസമായിട്ടുണ്ട്, ഇവര് തന്നെ ഡിസൈൻ ഉണ്ടാക്കി, ഇവര് തന്നെ ആഹാ എന്നൊക്കെ പറയും. നമ്മളാണത് പറയേണ്ട ആഹാന്ന്. എനിവേ, അവരുടെ എഫേർട്ടിന് നമ്മൾ കുറ്റം പറയുന്നത്. പക്ഷേ ഈ എഫേർട്ടിന് ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഒരുമാതിരി പുല്ലുവില കൊടുക്കുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം ലോഞ്ച് കഴിഞ്ഞിൽ അരമണിക്കൂർ പ്രോപ്പർ പറയുകയാണെങ്കിൽ അരമണിക്കൂർ ഡിസൈൻ വെച്ചാ പറഞ്ഞുകൊണ്ടിരുന്നത്. ബാക്കി ഞാൻ പ്രൈസ് എവിടെ നോക്കിക്കൊണ്ടിരിക്കും, ഡിസൈൻ ഇത് ഇങ്ങനെ തരുന്നില്ല. എനിവേ, ഡിസൈൻ കൊള്ളാം കേട്ടോ. ഇനി അടുത്ത കാര്യം, ഇത് ഒരു ഒപ്പീനിയൻ വീഡിയോ ആണ്. ഓഫ് കോഴ്സ് എൻ്റെ ഫോണില്ല. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫോൺ റിവ്യൂ നിങ്ങൾ കുറെ പേര് കാണത്തില്ല. കാരണം ഞാനിത് പോസിറ്റീവ് പറയാൻ പോകുന്നൊരു ഫോണാണ്, അതുകൊണ്ട് കാണാൻ സാധ്യത കുറവാണ്. എനിവേ, കാണാൻ പറ്റുമെങ്കിൽ കാണുക കേട്ടോ. എന്തായാലും പോസിറ്റീവ് ഉണ്ട്, പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മാരും പറഞ്ഞിട്ടില്ല, അത് ഞാൻ ഇവിടെ പറയും. എനിവേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ പെട്ടെന്ന് പരിഗണിക്കുക, നോക്കുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ തുടങ്ങിയേക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ ഡിസൈനിനെ പറ്റി പറയുകയാണ്. ഡിസൈൻ അതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തള്ളിയിട്ടുണ്ട്. കൂടാതെ തന്നെ തള്ളിനനുസരിച്ചുള്ള ഡിസൈനും വന്നിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്ന ഫോൺ 1 ഫോൺ 2 ആ റേഞ്ച് ഫോൺ 2A കുറച്ചുകൂടെ ഒരു സെറ്റപ്പ് ഉള്ള ഡിസൈനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അതായത് ആ ഒരു മറ്റേ പണ്ടൊരു ഗെയിം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നു, മറ്റേ 2 കണ്ണൊക്കെ ഉള്ള ഒരു ഗെയിമില്ലേ, അതുപോലെ. അപ്പം അത് പോട്ടെ. പക്ഷേ 2 കണ്ണ് പാക്മാൻ ആണെന്ന് തോന്നുന്നത്. പാക്മാൻ പോലത്തെ ഒരു റേഞ്ച് ഡിസൈനാണ്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ മറ്റേ ഗ്ലിഫ് ഇന്റർഫേസ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ കുറെ റൂമർ വന്ന് അത് കത്തിച്ച് കളഞ്ഞെന്നാണ്. പക്ഷെ അല്ല, ഗ്ലിഫ് ഇല്ലാതെ നത്തിങ് ഇല്ല. സോ നത്തിങ് ലൈറ്റ് കത്തും. അതെ ഹാപ്പി ഡയലോഗ് ഞാൻ കടക്കെടുത്തു കേട്ടോ, സോറി. അപ്പം ഡിസൈൻ ശരിക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളി ഡിസൈനാണ്. ഫ്രെയിം അലൂമിനിയം ആണോ എന്നുള്ളൊരു എനിക്ക് സംശയമുണ്ട്, കാരണം ഈ പ്രൈസ് വെച്ച് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ഡിസൈൻ കൊള്ളാം. അലൂമിനിയാണ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. എന്തായാലും ഡിസൈൻ നല്ലതായിട്ടുണ്ട്. കൂടാതെ 8.55 mm തിക്നെസ്, 190 ഗ്രാം വെയിറ്റ് ഒക്കെയാണ്. ഓക്കെ, അതൊക്കെ കുഴപ്പമില്ല. ഇനി ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ ഓഫ് കോഴ്സ് നത്തിങ് ഫോൺ 1 ഫോൺ 2ന്റെ സെയിം ഡിസ്പ്ലേ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. 6.7 ഇഞ്ചിന്റെ ഫ്ലെക്സിബിൾ ആംലോഡ് എന്ന് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 120 Hz റിഫ്രഷ് ആയിട്ടുള്ള 10-bit ഡിസ്പ്ലേ ആണ്. അപ്പം ഫ്ലെക്സിബിൾ ആംലോഡ് എന്ന് ഇവർ എടുത്ത് കാണിക്കുകയും ചെയ്തു. കൂടാതെ നത്തിങ് ഫോൺ 1ലും കൂടുതൽ ബെസൽസ് കുറവാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈക്വലി ബെസൽഡ് ആയിരുന്നു നത്തിങ് ഫോൺ 1, അതിനേലും കുറച്ചാണ് ഫോൺ 2A സോ ഡിസ്പ്ലേ പോയിന്റ് ഓഫ് വ്യൂ പെർഫെക്റ്റ്. പിന്നെ കുറെ കേർവ്ഡ് ലവേഴ്സിന് സങ്കടമായിരിക്കും, കാരണം കേർവ്ഡ് അല്ല, ഫ്ലാറ്റ് ആണ്. ഐ പ്രിഫർ ഫ്ലാറ്റ്. എനിവേ, സന്തോഷം. അപ്പം ഫ്ലെക്സിബിൾ ആണ്. കേർവ്ഡും ഇതിൻ്റെയും പ്രൈസ് തമ്മിൽ വലിയ വ്യത്യാസം നിങ്ങൾ ചിന്തിക്കുകയാണ്. കാരണം ഫ്ലെക്സിബിൾ ആംലോഡ് തന്നെയാണ് കേർവ്ഡ് ആക്കുന്നത്. സോ ഫ്ലെക്സിബിൾ എന്ന് അതിൻ്റെ അർത്ഥം തന്നെ അറിയാമല്ലോ. സോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ചിന്നൊക്കെ കുറവ്, അതായത് കൂടുതൽ സ്ക്രീൻ ടു ബോഡി റേഷ്യോ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഫ്ലെക്സിബിൾ ആംലോഡ് തന്നെ യൂസ് ചെയ്യുന്നത്. അതായത് ഇത് ഫ്ലാറ്റ് സ്ക്രീൻ ആണെങ്കിൽ പോലും ഇതൊന്ന് കേർവ് ചെയ്തെടുക്കുന്നതായിരിക്കും കേർവ്ഡ് ആംലോഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. സോ വലിയ വ്യത്യാസമൊന്നും, രണ്ടും ഏറെക്കുറെ സെയിം റേറ്റ് ഒക്കെ വരും. എന്തായാലും റിജിഡ് അല്ല. റിജിഡ് ആണ് സാംസങ്ങിൻ്റെ ഇപ്പോഴത്തെ കുറേ ഫോണിലുണ്ട്, തിൻ ചിന്നൊക്കെ ആയിട്ട്. അത് റേറ്റ് കുറവാണ്, പക്ഷേ റിജിഡ് എന്ന് പറയും. സോ അതാണ് വ്യത്യാസം. 1300 നിറ്റ്സിന് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ഗൊറില്ല ഗ്ലാസ് 5 ആണ്. 2160 ഹെർട്സിന് PWM ഒക്കെ ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് പ്രൊസസറിലേക്ക് കിടക്കാം. അതെ, കുതിര കോൾക്കം സ്നാപ്ഡ്രാഗൺ അല്ല, MediaTek Dimensity 7200 Pro ആണ്. അതെ, Pro 4 വെറുതെ പ്രോ. അതെ, ഒരു കാര്യമില്ല. പ്രോ കൂടെ വെച്ചെന്നേ ഉള്ളൂ. പ്രോയ്ക്കകത്ത് വലിയ പ്രോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ 7200 Dimensity 7200 ഈസ് വൺ ഓഫ് ദ സ്റ്റേബിൾ ചിപ്സെറ്റ് അവൈലബിൾ. അതായത് നിലവിൽ മീഡിയാടെക്കിന്റെ ഏറ്റവും കൂടുതൽ ചവർ പോലെ ഇറക്കുന്ന ചിപ്സെറ്റുകൾ ഒന്നാണ് 7200. പക്ഷേ ചവറുകൾ പോലെ ഇറക്കുന്നെങ്കിലും സാധനം ചവറല്ല, നല്ലതാണ്. അതായത് അത്യാവശ്യം നല്ല ചിപ്സെറ്റാണ്. ഈവൻ 6 Gen 1ലും 7S Gen 2യിലൊക്കെ കുറച്ചുകൂടെ പ്രിഫേർഡ് ആണ് MediaTek Dimensity 7200. അതുകൊണ്ട് ഈ ഒരു ചിപ്സെറ്റ് യൂസ് ചെയ്ത്, കാരണം ഇത് പുതിയ ആർക്കിടെക്ചറിലുള്ളതാണ്, അതുകൊണ്ട് തന്നെ നല്ല കാര്യം. GPU വലിയ കുഴപ്പമില്ല. ഗെയിമിങ്ങിനുള്ള ഫോൺസ് ഒന്നല്ല ഇത്. എന്നാലും നിങ്ങൾക്ക് ഡേ ടു ഡേ ടാസ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി അടുത്തതാണ് ക്യാച്ച്. അതായത്
ക്യാച്ച്. LPDDR4X UFS 2.2 ഞങ്ങൾ അറിയത്തില്ലെന്ന് വിചാരിച്ചു. അതങ്ങനെ പറഞ്ഞില്ല കേട്ടോ. അണ്ണന്മാർ you will see what you expected features, you will see Wi-Fi, Bluetooth ഇങ്ങനെയൊക്കെ അണ്ണൻ ചൈനയും ഇംഗ്ലീഷും ചേർന്നൊരു ഭാഷയെ പറഞ്ഞായിരുന്നു, വല്ലാത്തൊരു ഇംഗ്ലീഷിൽ പറഞ്ഞായിരുന്നു. അപ്പം അണ്ണൻ അങ്ങ് തള്ളിയെങ്കിലും LPDDR4X and UFS 2.2 ആണ് എന്നാണ് പറയപ്പെടുന്നത്. സോ വളരെ മോശം. 3.1 മിനിമം. 4X ഞാൻ ഓക്കെ ക്ഷമിക്കും, പക്ഷേ 2.2 സമ്മതിക്കത്തില്ല. 3.1 വേണമായിരുന്നു. അതാണ് ഈ ഒരു പ്രൈസിൽ എനിക്കും ഒരു ക്യാച്ച് തോന്നി. അപ്പോൾ ആ ഒരു ക്യാച്ച് എന്ന് പറഞ്ഞ ഇതാ, UFS 2.2 ആണ് മോശം. ബാക്കി എല്ലാം സെറ്റായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, കല ഉടച്ചു. ഓക്കെ, അപ്പോൾ ഒരു പരിധി വരെ തള്ളി മാറ്റാം എന്നേ പറയാനുള്ളൂ. പക്ഷെ എന്നാലും അതൊരു കരട് തന്നെയാണ്. ഇനി സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒന്നും പറയാനില്ല. നത്തിങ് OS 2.5 ആണ്, ബേസ്ഡ് ഓൺ Android 14. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ പ്രൈസിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ വിത്ത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഫോൺ. അപ്പം സാംസങ് ആണ് ഒരു പരിധി വരെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പ്രോമിസ് ചെയ്ത് തരുന്നത്. ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്നത് മോട്ടോയും നത്തിങ്ങും ആണ്. അപ്പം ബാക്കി കമ്പനികളെല്ലാം ഏറെക്കുറെ എന്നൊക്കെ നിൽക്കും. പക്ഷെ മോട്ടോയുടെ പ്രശ്നം അപ്ഡേറ്റ് ഇല്ല, പക്ഷെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. സിമിലർലി നത്തിങ് പക്ഷേ നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്, അപ്ഡേറ്റ് തരും. അപ്പം സാംസങ് നത്തിങ് എന്ന് പറയുന്നത് നല്ലൊരു ബാലൻസ് ആണ്. പിന്നെ വൺപ്ലസും തരക്കേടില്ല, IQ ഒക്കെ അറിയാലോ, അപ്ഡേറ്റ് തരും പക്ഷേ ഷോകവാണ്. അതാണ്. അപ്പം സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കണ്ണു അടച്ച് മേടിക്കാൻ പറ്റിയ ഫോണാണ്. ഈ ഒരു പോയിന്റ് മാത്രം നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് ധൈര്യമായിട്ട് എടുക്കാം നത്തിങ്, ഒരു പ്രശ്നവുമില്ല. അടുത്തായിട്ട് ക്യാമറ കുറച്ച് തള്ളിയായിരുന്നു. 50 മെഗാ പിക്സൽ സാംസങ് GN9 സെൻസറാണ് OS ഉള്ളത്. കൂടാതെ തന്നെ സാംസങ്ങിന്റെ എൻ്റെ 50 മെഗാ പിക്സൽ JN1 അൾട്രാ വൈഡ് 2 ക്യാമറ ഉള്ളൂ, പ്രൊസസ്സറും ഇല്ല. വളരെ സന്തോഷം. കളണിന് എൻ്റെ വിളി കേട്ടു. അതെ, ഫോൺ വിളിച്ച് എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ, എന്നാലും വിളി കേട്ടു. അതെ, അപ്പം ക്യാമറ നല്ലതാണെന്ന് പ്രതീക്ഷിക്കാം. സാംസങ്ങിന് സെൻസർ, പിന്നെ ഇവരുടെ എന്തോ കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ എന്തോ ഒരു പേര് പറയാറ്, ഞാൻ പേര് ഓർക്കുന്നില്ല. ഒരു വല്ലാത്ത എന്തോ വ്യൂവോ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ആ ഒരു ടെക്നോളജി വെച്ചാണ് കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി നടത്തിയേക്കുന്നതെന്ന് പറയുന്നത്. നോക്കാം. അപ്പം ക്യാമറയാണ് ഓഫ് കോഴ്സ് നത്തിങ്ങിന്റെ ഏറ്റവും വലിയ ഡൗൺ സൈഡ് എന്ന് പറയുന്നത്. ക്യാമറ മാത്രം ചെറുതായിട്ടൊന്ന് കൊള്ളേണ്ടടുത്ത് കൊണ്ടു കഴിഞ്ഞാൽ ദിസ് വിൽ ബി പെർഫെക്റ്റ്. അതാണ്. എന്തായാലും നോക്കാം. ക്യാമറ സെൻസർ പ്രതീക്ഷ ഉള്ളതാണ്. സാംസങ് ആണ്, സോണി ആണെങ്കിലും ഇപ്പം എനിക്ക് വലിയ അതിനകത്ത് കൂടുതൽ പറയില്ല. പണ്ട് ഞാൻ സോണി ഹാർഡ്വെയർ വരുമ്പം ക്യാമറ നല്ല എന്ന് പറയുന്നത്, പക്ഷേ നോട്ട് എനി മോർ. കാരണം വൺപ്ലസും പിന്നെ വേറെ കുറച്ച് ഫോൺസൊക്കെ ഇറങ്ങിയപ്പം സോണി വെച്ചിട്ടും കാര്യമില്ല, പണിയെടുത്താലേ ശരിയാവുള്ളൂ. അപ്പം പ്രതീക്ഷിക്കുക ഇവർ പണിയെടുത്തെന്നുള്ളത്. കാരണം ഫോൺ 1 ഫോൺ 2 ക്യാമറ മോശമാണെന്നല്ല, ഇമ്പ്രൂവ് ആകുന്നുണ്ടായിരുന്നു. അതാണ് ഇവരുടെ പ്രത്യേകത. ഇപ്പം ഇറക്കുന്ന ക്യാമറ അല്ല, പിന്നീട് ഒരു 6 മാസം കഴിയുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റേ വരുള്ളൂ, കുറവ് വരത്തില്ല ബാക്കി ഫോണുകൾ പോലെ. സോ പ്രതീക്ഷിക്കുക. 32 മെഗാ പിക്സൽ സോണിയുടെ തന്നെ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ഇനി എക്സ്ട്രാ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ പെട്ടിയിൽ ചാർജറില്ല. അതെ, പിന്നെ Wi-Fi 6 ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ആകെ ഈ പറഞ്ഞ UFS അതാണ് ഒരു പ്രശ്നം. NFC ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, IP54 റേറ്റിംഗും ഉണ്ട്. ബാറ്ററിയിലേക്ക് വരുവാണെങ്കിൽ 5000 mAh ബാറ്ററി, 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഫാസ്റ്റ് ചാർജറിന്റെ വില വെറും 2500 രൂപ മാത്രം. അതുകൊണ്ട് തന്നെ കളൻ 10 പെൻസ് മേടിക്കും. എനിവേ, പ്രൈസിലേക്ക് വരികയാണെങ്കിൽ വളരെ സന്തോഷം. 8GB 120GB പ്രൈസ് 24,999. പെർഫെക്റ്റ്ലി പ്രൈസ്ഡ്. പക്ഷെ ആ UFS അത് ഞാൻ ബ്രാക്കറ്റിലിടും, കാരണം അതാണ് പ്രശ്നം. അതൊരു പ്രശ്നമാണ്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് പ്രൈസ്. ബാക്കി കമ്പനികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭേദം. ഇനി 8GB 256GB പ്രൈസാണ് 25,999. 128 എടുക്കേണ്ടവർക്ക് ആ ബേസ് വേരിയൻ്റ് എടുത്ത് അങ്ങ് മാറാം. പിന്നെ സ്റ്റോറേജ് വേണ്ടവർ മാത്രം ഇതെടുക്കാം. മൂന്നാമത്തെ വേരിയൻ്റ് ഉണ്ട്, ഒരിക്കലും എടുക്കരുത്. 12GB 256GB 28,000. പ്രൈസിൻ്റെ പ്രശ്നമല്ല, പക്ഷേ 12GB റാമിൻ്റെ കാര്യം ഈ ഫോൺ വെച്ചില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കാരണം ഞാനിത് 12/256 എടുത്തിട്ട് എനിക്കൊരു ഉപകാരമില്ല. 8/256 ഇല്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി പ്രൈസ്, ഇതിനകത്തൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ല പ്രൈസാണ്. ഇതൊരു ഗുഡ് പ്രൈസ് അല്ലെങ്കിൽ വെരി ഗുഡ് പ്രൈസ് എന്ന് പറയാം. എക്സലൻ്റ് ഒന്നും പറയത്തില്ല. എക്സലൻ്റ് പറയാൻ മാത്രമുള്ള ഫോണുകൾ ഈ വർഷമൊന്നും ഇല്ല, കഴിഞ്ഞ വർഷവും ഇല്ല. സോ ഗുഡ്, വെരി ഗുഡ് പ്രൈസ്. അപ്പം ഇനി വേറൊരു തള്ളുണ്ട്, അതായത് ചെറിയൊരു ഉടായ്പുണ്ട്. അതായത് മാർച്ച് 12-ാം തീയതി എക്സ്ക്ലൂസീവ്ലി 8GB 120GB അന്നത്തെ ദിവസം 20,000 രൂപയ്ക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി ഞാൻ കുറച്ച് കാര്യമായിട്ട് നോക്കിയപ്പോൾ ഒന്ന് ലോഞ്ച് ഇവന്റിൽ ഒരു സ്റ്റാർ ഇട്ടാണ് കാണിക്കുന്നത്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉടായ്പ് എന്നാണ്, അതായത് ബാങ്ക് ഡിസ്കൗണ്ടൂടെ ചേർത്ത് എന്നാണ്. കുറേ പേര് പറയുന്നത് HDFCയുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് 2K ഡിസ്കൗണ്ട് ഉണ്ട്, മെയിൻലി ക്രെഡിറ്റ് ആയിരിക്കും. കൂടാതെ 2Kയുടെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. അതായത് ഒരു ഫോൺ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 2,000 രൂപ കൂടുതൽ കിട്ടും. അപ്പോൾ അവിടെ ഒരു 2,000 കിട്ടി. ഇനി നിങ്ങൾ HDFCയുടെ കാർഡ് യൂസ് ചെയ്യണം, നിങ്ങൾക്ക് 2,000 രൂപ കിട്ടും. ടോട്ടൽ എത്രയും 4,000 രൂപ കിട്ടും. ടോട്ടൽ പ്രൈസ് ഫൈനൽ പ്രൈസ് ഇപ്പോൾ വന്നിരിക്കുന്നത് 24.
ഈ 24-ന് 4000 പോയി കഴിഞ്ഞാൽ 20,000. അപ്പോൾ മാർച്ച് 12-ാം തീയതിയിലേക്ക് 20,000 കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ, ഇത് എടുക്കാൻ നോക്കുന്നവർ മാർച്ച് 12-ാം തീയതി തന്നെ എടുക്കുക. എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 22 രൂപയ്ക്ക് കിട്ടും. ക്രെഡിറ്റ് കാർഡ് എല്ലാവരുടെയും ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ ഒപ്പിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം 20,000-ന് എടുക്കുക. 20,000-നൊക്കെ അങ്ങ് എടുത്തേക്കുക. കൂടുതൽ അതിനകത്തൊന്നും പറയാനില്ല. കാരണം 20,000-ന് ബാക്കിയുള്ളതെല്ലാം ചവറാണ്. അതിലും അപ്പം ഞാൻ പറയാം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്, ബാഹുബലി മറ്റേ നാട്ടിൽ ഇറങ്ങി വരുന്ന പോലെ വേറൊരു ലെവൽ ഫീലിംഗ് ആണ് ഇത് 20,000-ന് കിട്ടുവാണെങ്കിൽ. സോ നല്ല കാര്യം. അപ്പോൾ കൂടുതൽ ഈ ഫോണിനെ പറ്റി തള്ളാരൊന്നുമില്ല. ഇറ്റ്സ് എ ഗുഡ് ഫോൺ, റിയലി ഗുഡ് ഫോൺ. അപ്പോൾ LPDDR4X UFS 2.2 ഒഴിച്ച് ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം അത് ജസ്റ്റിഫൈ ചെയ്യണമെന്ന് വെച്ചാൽ 75% എന്ന് ഞാൻ പറയും. 75% ഓഫ് ദ യൂസേഴ്സ് ഡോണ്ട് കെയർ, ഏത് UFS ആണെങ്കിലും. പക്ഷേ കുറച്ച് ടെക് അറിയാവുന്നവർക്ക് അത് കെയർ വരും. കാരണം ആപ്പ് ലോഡിംഗ് ഒക്കെ കാര്യമായിട്ട് നോക്കുന്നവർക്ക് കെയർ വരും. അതും ഞാൻ അങ്ങനെ എക്സ്ട്രീം ഇരട്ടി പറയത്തില്ല. നോർമൽ യൂസേഴ്സാണ് ഈ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ എടുത്തോളാനേ പറയുള്ളൂ. കാരണം ബാക്കി ആസ്പെക്റ്റ് നോക്കുമ്പോൾ അതങ്ങ് മറക്കേണ്ടി വരും. പക്ഷേ ഇത് എടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. പറയുകയും ചെയ്യണം, പക്ഷേ അത് അത് നിങ്ങളെ ബാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടത്, അത്രേ ഉള്ളൂ. ഞാൻ കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിവേ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് ബൈ പറയണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് വേണ്ടേ, നോക്കാം. ചെറിയൊരു ട്വിസ്റ്റിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നോക്കട്ടെ. അപ്പോൾ ശരി.